ഈ വീഡിയോയിൽ നമ്മൾ കുറേ നിർണായകമായിട്ടുള്ള ഗ്ലോബൽ ഇൻസിഡൻസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ അമേരിക്കയിൽ നിന്ന് തന്നെ തുടങ്ങാം. അമേരിക്കയിൽ നിന്ന് തുടങ്ങി ത്രൂ ഔട്ട് റഷ്യ, ഉക്രൈൻ, അതേപോലെ മിഡിൽ ഈസ്റ്റ്, അതിലൊക്കെ നടന്ന സംഭവങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഇതിൽ ആദ്യമേ അമേരിക്കയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ 6 സീനിയർ സെക്യൂരിറ്റി ഒഫീഷ്യൽസ് വൈറ്റ് ഹൗസിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് ട്രംപ്. പറഞ്ഞിരിക്കുന്നത് ഇവര് ഈ സീനിയർ സെക്യൂരിറ്റി ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ ട്രംപ് കുറെ നാൾ കൊണ്ടേ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് അകത്ത് നടക്കുന്ന ചർച്ചകളെല്ലാം തന്നെ പുറത്തു പോയി പെട്ടെന്ന്, അതായത് ചർച്ച നടന്ന വിത്തിൻ 1 മണിക്കൂറല്ല 30 മിനിറ്റ്സിൽ തന്നെ പത്രത്തിൽ പ്രിന്റ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് വിലയിരുത്തി വന്നപ്പോഴത്തേക്ക് മനസ്സിലായത് 6 സീനിയർ സെക്യൂരിറ്റി ഒഫീഷ്യൽസ് വൈറ്റ് ഹൗസിൽ നിന്ന് ഈ വിഷയങ്ങൾ ലീക്ക് ഔട്ട് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ രഹസ്യമായിട്ട് അന്വേഷണം നടത്തി കണ്ടെത്തിയതാണ് ഇവർ 6 പേര്. ഈ 6 പേരെയും ഫയർ ചെയ്തിരിക്കുകയാണ്. ജർമ്മനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഈ ഫൈഡ് റിച്ച്മാൻ എന്ന് പറഞ്ഞ ഈ ഒരു പുതിയതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഇതുവരെ ചാൻസലർ പൊസിഷനിൽ എത്താൻ പറ്റിയിട്ടില്ല. കാര്യം അവിടെ ആർക്കും തന്നെ ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മെജോറിറ്റി വേണമല്ലോ, മെജോറിറ്റിയാണ് ഇപ്പൊ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടിരിക്കുന്നത്. ഈ ഫൈഡ് റിച്ച്മാൻ എന്ന് പറഞ്ഞ ആൾ ഇപ്പം അതിന് മുമ്പ് ഇരുന്ന സ്കോൾസ് ഉണ്ടായിരുന്നു. സ്കോൾസ് ഉണ്ടായിരുന്ന സമയത്ത് ഉക്രൈനുമായിട്ട് എന്താണ് നിലപാടെന്ന് പറഞ്ഞാൽ ഉക്രൈന് അത് കൊടുക്കാം, ഇത് കൊടുക്കാം, ആന കൊടുക്കാം, ചേന കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ കൂടുതലായിട്ട് കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയില്ല. പക്ഷേ ഈ ഫൈഡ് റിച്ച്മാൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഉക്രൈനെ ഏത് വിധേനയും സഹായിക്കാം എന്നുള്ള നിലയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ പലതും ആ രീതിയിലാണ് പുള്ളി പുറത്ത് ഇറക്കുന്നത്. ഇതൊക്കെ ജർമ്മനിക്കുള്ളിൽ ഒരു അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ ജർമാനിയൻസ് എല്ലാം കൂടെ ചിന്തിക്കുന്നത് ഞങ്ങൾ ജർമ്മനിയാണോ ഉക്രൈൻ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്നതായിട്ടാണ് അവിടെ നിന്ന് വാർത്തകൾ പുറത്തു വരുന്നത്. കാരണം ഈ ഫൈഡ് റിച്ച്മാൻ എന്ന് പറയുന്ന ആള് ജർമ്മനിയുടെ ചാൻസലർ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഉക്രൈന്റെ പ്രസിഡന്റ് ആണോ എന്ന് വരെ ഇപ്പൊ സംശയമാണെന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ഇപ്പൊ തന്നെ ഈ ഫൈഡ് റിച്ച്മാനെതിരെ സ്വരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ജർമ്മനിക്കുള്ളിൽ. AFD എന്ന് പറഞ്ഞിട്ട് ജർമ്മനിയുടെ റൈറ്റ് വിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടി സെക്കൻഡ് മെജോറിറ്റിയിലൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. AFD എന്ന് പറഞ്ഞ പാർട്ടി CDU എന്ന് പറഞ്ഞ പാർട്ടിയുമായിട്ട് ചേർന്നുകൊണ്ട് ഇപ്പൊ കുറച്ച് മെജോറിറ്റിയിൽ നമ്പർ 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ അമേരിക്ക ഈ ഒരു AFD പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, പിന്തുണയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ AFD അവിടെ പൊസിഷനിൽ ഇനി ഒരു ചെറിയ പാർട്ടിയുടെ സപ്പോർട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ AFD അവിടെ ലീഡിംഗ് പൊസിഷനിലേക്ക് വരികയും ചാൻസലർ സ്ഥാനം കൈയടക്കുമോ എന്നുള്ള ഒരു ഡൗട്ടും കൂടെ അവിടെ വരുന്നുണ്ട്. ഡൗട്ട് മാത്രമല്ല, ഒരു 80% പോസിബിലിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. AFDക്ക് മാത്രമല്ല, AFDക്ക് അമേരിക്കയുടെ സപ്പോർട്ടും കൂടെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമായിട്ട് ജർമ്മനിക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജർമ്മനിയിൽ അങ്ങനെ AFD വന്നു കഴിഞ്ഞാൽ അവർ റഷ്യയുമായിട്ട് കൂടുതൽ സപ്പോർട്ടീവ് സ്റ്റാൻസ് എടുക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഫൈഡ് റിച്ച്മാനൊക്കെ വീട്ടിൽ പോകേണ്ട അവസ്ഥ വരും. പിന്നെ വേണമെങ്കിൽ ഓപ്പോസിറ്റിലിരിക്കാം. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ജർമ്മനിക്കുള്ളിൽ നടക്കുന്നത്. കാരണം ഈ അമിതമായിട്ടുള്ള ഉക്രൈൻ സ്നേഹം, അതാണ് ഇപ്പൊ ഉക്രൈന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം എന്നുള്ള നിലപാടെടുക്കുകയും ഈ ആർമി, ജർമ്മൻ ആർമിയെ ലിത്വാനിയയിൽ കൊണ്ട് ഡിപ്ലോയ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജർമ്മനിയുടെ ഉള്ളിൽ റിച്ച്മാന് ഒരു തിരിച്ചടിയാവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഞാൻ പറഞ്ഞല്ലോ, സ്കോൾസിനും റിച്ച്മാനും ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ സ്കോൾസ് കുറച്ച് ഡിപ്ലോമാറ്റിക്കലി അത് കൊടുക്കാം, ഇത് കൊടുക്കാം എന്നൊക്കെ പറയും, പക്ഷെ കൊടുക്കത്തില്ല. പക്ഷേ വേണമെങ്കിൽ ഉക്രൈനിൽ ഞങ്ങൾ തന്നെ ഇറങ്ങി ഫൈറ്റ് ചെയ്യാം റഷ്യക്കെതിരെ എന്നുള്ള നിലപാടാണ് ഈ റിച്ച്മാന്റെ. ഈ ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ട് അവിടെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. പിന്നെ ജർമ്മനിക്ക് കൂടുതൽ അമേരിക്കയുമായിട്ട് ഇടഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെ കുറെ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ഫോറംസ്, ഗ്ലോബൽ ഫോറംസിലൊക്കെ കിടന്ന ഫണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഫണ്ടുകളെല്ലാം തന്നെ ഈ വെസ്റ്റേൺ കൺട്രീസ് ഉൾപ്പെടെ എല്ലാം സാങ്ഷനോട് കൂടി ഇവർ മുക്കി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. റഷ്യയുടെ മേലുള്ള സാങ്ഷൻ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഈ ഫണ്ടിനെ കുറിച്ചൊക്കെ ചോദ്യം വരും. അപ്പൊ ഇതൊക്കെ ഈ ഫണ്ടൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇതൊക്കെ അവർ ഉക്രൈന്റെ വെൽത്തിന് വേണ്ടി എടുത്ത് ചെലവാക്കി എന്നൊക്കെ കണക്ക് കാണിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതിലുപരിയായിട്ട് റഷ്യയുടെ സ്വർണം, പണമെല്ലാം ഇങ്ങനെ മുക്കി വെച്ചത് തന്നെ ഈ വെസ്റ്റേൺ കൺട്രീസും അമേരിക്കയും ചേർന്ന് റഷ്യയുടെ ഫണ്ടൊക്കെ സാങ്ഷൻ എന്നുള്ള പേരിൽ മുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ 1200 ടൺ ജർമ്മനിയുടെ സ്വർണം 1200 ടൺ അമേരിക്കയിൽ ഉണ്ട്. അത് അവർക്ക് വേണ്ട സമയത്ത് അവർ എൻകാഷ് ചെയ്ത് ഡോളറായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ലോൺ മാതൃകയിലൊക്കെ അവരെടുത്ത് അവർക്ക് വേണ്ട സമയത്ത് അവർക്ക് ക്രൈസിസ് വരുമ്പോഴൊക്കെ അവർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ ഒരു നിലപാടിൽ കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്വർണം വരെ അമേരിക്ക ചിലപ്പോൾ മുക്കി അങ്ങ് എടുക്കും. റഷ്യക്ക് എന്താണ് ഇവർ പണി കൊടുത്തത് അതേ പണി തന്നെ ജർമ്മനിക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1200 ടൺ ഗോൾഡ് ആണ്. താരിഫ് വിഷയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ കൺട്രി ബേസിൽ അനലൈസ് ചെയ്യാതെ ഇവർ ജസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് താരിഫ് ഇട്ടെന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും പലർക്കും ചോദ്യം ഉണ്ടാവാം, അമേരിക്ക ഇങ്ങനെയൊക്കെ ചെയ്യുമോ, അമേരിക്കയുടെ ഉള്ളിൽ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. ഈ ഒരു അതോറിറ്റേറിയനിസം, അതിലാണ് ഏറ്റവും കൂടുതൽ ബ്ലൈൻഡ് ആയിട്ട് ആൾക്കാർ ഇങ്ങനെ വിശ്വസിച്ചിരിക്കുന്നത്. ഈ നമ്മൾ അതോറിറ്റേറിയനിസം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുമ്പോഴാണ് അവിടുത്തെ എററൊക്കെ നമുക്ക് ചിലപ്പോൾ കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെയൊക്കെ എററുകൾ കൂടുതൽ സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ചതാണ് ഈ ഒരു സിഗ്നൽ ഗ്രൂപ്പ് വാട്സ്ആപ്പ് ലീക്ക്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു 6 സീനിയർ സെക്യൂരിറ്റി ഓഫീസേഴ്സിനെ ഇപ്പൊ റിമൂവ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്.
അതുപോലെ തന്നെ ഈ താരിഫ് കേസിൽ നിങ്ങൾ നോക്കൂ, പെൻഗ്വിൻ മാത്രം നിൽക്കുന്ന ഒരു ഐലൻഡിനൊക്കെയാണ് താരിഫ് കൊടുത്തിരിക്കുന്നത്. എന്ത് കാരണം കൊണ്ട്? ഇതൊക്കെ നോട്ട് ചെയ്യാൻ അവിടെ ആൾക്കാരില്ലേ? ഇത് നാണം കിടന്ന പരിപാടിയല്ലേ ഇതൊക്കെ? അമേരിക്ക പോലത്തെ വൈറ്റ് ഹൗസ് പോലത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനത്തെ പെരുമാറ്റങ്ങളൊക്കെ വരുമെന്ന് ആരെങ്കിലും വിചാരിക്കത്തില്ല. പല പത്രങ്ങളിലും കാർട്ടൂൺ അടിച്ചു വന്നിട്ടുണ്ട്. അതായത് പെൻഗ്വിൻ ടാക്സ് അടയ്ക്കുന്ന പോലെ, പെൻഗ്വിൻ ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്ന പോലെയൊക്കെ, പെൻഗ്വിൻ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്ന പോലെയൊക്കെ മോക്കിംഗ് കാർട്ടൂൺ ഇമേജസ് ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ട്രംപ് താരിഫ് ഇട്ട് ഇങ്ങനെ അപമാനിതനാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഇതാണ് അതോറിറ്റേറിയനിസത്തിൽ ബ്ലൈൻഡ് ആയിട്ട് ആൾക്കാർ വിശ്വസിക്കുമ്പോഴത്തേക്കും അവർ കരുതും നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന്. അങ്ങനെ കരുതിക്കൊണ്ട് ചെയ്തതാണ് ഈ ഒരു പെൻഗ്വിൻ മാത്രമുള്ള ഐലൻഡിനൊക്കെ താരിഫ് ഇട്ട് കൊടുത്തത്. ഇതിനൊക്കെ എന്ത് എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കാൻ പോകുന്നത്? ഇപ്പൊ ആകെ താരിഫ് ഇല്ലാത്ത ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അർജന്റീനയാണ്. അർജന്റീനയ്ക്ക് 0 താരിഫാണ്. അർജന്റീന അമേരിക്കയ്ക്കും അതേ ഒരു പോളിസിയാണ് കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അർജന്റീനയ്ക്ക് അവർ 0% കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ അമേരിക്കയ്ക്കെതിരെയുള്ള എല്ലാ താരിഫും 0% ആക്കിയിരിക്കുകയാണ്. കാരണം നെതന്യാഹു ഇനി 2-3 ദിവസത്തിനുള്ളിൽ അമേരിക്ക വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് 2 വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ഇത് നമ്പർ 1 വിഷയമാണ്. അതായത് ഇസ്രായേൽ അമേരിക്കയ്ക്ക് 0 താരിഫാണ് കീപ്പ് ചെയ്യുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് 17% താരിഫ് ഇട്ടത് എന്നുള്ളത് ചോദ്യം ചെയ്യാനും ആ താരിഫ് ഇല്ലാതാക്കാനുമാണ് നെതന്യാഹു അങ്ങോട്ട് പോകുന്നത്. അത് മിക്കവാറും അത് എടുത്ത് കളയാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേലിന്റെ താരിഫ് അമേരിക്ക 0% ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇറാന്റെ വിഷയം കൂടെ ചർച്ച ചെയ്യും. ഇറാന്റെ വിഷയം ചർച്ച ചെയ്യുന്നത് ഈ ന്യൂക്ലിയർ സ്പോട്ടുകൾ 5 സ്പോട്ടുകൾ രഹസ്യമായിട്ട് യുറേനിയം എൻറിച്ച്മെന്റ് നടത്തുന്ന പ്ലാന്റുകൾ കണ്ടെത്തി ഇസ്രായേൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തീരുമാനം എടുക്കണം. കാരണം ഈ ന്യൂക്ലിയർ പ്ലാന്റുകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ടൈം ലൈൻ ഇറാന് കൊടുത്തു കഴിഞ്ഞാൽ ഇറാൻ ഈ ഒരു 2 മാസം കൊണ്ട് അവർ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ന്യൂക്ലിയർ ഡീലിൽ അവരെ ഒരു വിത്തിൻ ടൈം ലൈൻ, വളരെ ഷോർട്ട് ടൈമിൽ തന്നെ ന്യൂക്ലിയർ ഡീൽ ഒപ്പിടിപ്പിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ എൻറിച്ച്മെന്റ് പ്ലാന്റുകൾ അറ്റാക്ക് ചെയ്യണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയും കൂടെ അവിടെ നടക്കുന്നതായിരിക്കും. ഈ വിഷയമുണ്ട്. അതിലുപരിയായിട്ട് ഗാസ പ്ലാൻ ആസ് യൂഷ്വൽ അജണ്ടയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അമേരിക്ക ഹൂത്തികളുടെ മേളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്രമണം, ഈ ഹൂത്തികളുടെ മേളിൽ ആക്രമണം എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്ത് ബഡ്ജറ്റ് ഇട്ടാണ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഹൂത്തികളെ അറ്റാക്ക് ചെയ്തതിൽ അമേരിക്കയ്ക്ക് ഈ ഒരു തവണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അറ്റാക്കിൽ വന്ന എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ 1 ബില്യൺ ആണ് അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്നത് ചെലവ്. ഈ 1 ബില്യൺ ചെലവാക്കി ഇപ്പൊ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് ഷെഡ്യൂൾ ചെയ്താണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം നടക്കുന്ന പോലെയുള്ള ഒരു മൊമെന്റ് അല്ല. ഹൂത്തികൾ 1-2 മിസൈലുകൾ അവിടെ നിന്ന് വിടുന്നുണ്ട്. അതിലുപരിയായിട്ട് ട്രംപ് ചോദിക്കും, ഇന്ന് ഹൂത്തികളുടെ മേളിൽ എന്താണ് സംഭവിച്ചത്? ഇന്ന് ഞങ്ങൾ ഒരു 5 സ്പോട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം ഒരു 5, രാവിലെ ഒരു 5, ആ രീതിയിലാണ് അറ്റാക്ക് പോകുന്നത്. അപ്പൊ അതുപോലെ ഇന്നൊരു അറ്റാക്ക് നടത്തിയെന്ന് പറഞ്ഞാൽ ഒരു വലിയ സർക്കിളില് ഒരു 100 ഹൂത്തികൾ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്ന ഒരു സ്പോട്ട്. അത് അമേരിക്ക പറയുന്നത് അവര് അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാനിങ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. ആ സ്ഥലത്തിനെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തതെന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്കയുടെ സെൻകോമിന്റെ റിപ്പോർട്ട് അതാണ്. പക്ഷേ ഹൂത്തികൾ പറയുന്നത് ഇത് സാധാരണ ഞങ്ങളുടെ ഒരു കൾച്ചറൽ ഫെസ്റ്റ് ആണ്, ഇത് ഞങ്ങൾ ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇത് ചെയ്യാറുണ്ട്. ഇത് ഒരു 50-60 പേര് ചിലപ്പം കൂടി നിന്ന് ഇങ്ങനെ റൗണ്ട് ആയിട്ട് നിൽക്കും. ഇതേപോലത്തെ അവർ സിമിലർ ആയിട്ടുള്ള പല ഇമേജുകളും ഇതിന് മുമ്പ് നടന്ന കൾച്ചറൽ ഈവന്റിന്റെ ഇമേജ് ഒക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതല്ല. ആരാണ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് കൂടി നിന്ന് അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? ഇങ്ങനെയൊന്നും അല്ല, അറ്റാക്കിംഗ് പ്ലാൻ അല്ല. അമേരിക്കയുടെ സൈഡിൽ തെറ്റുണ്ട്. ഇതൊരു യുദ്ധക്കുറ്റമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഹൂത്തികളെ തീവ്രവാദികൾ, പിന്നെ അവർക്ക് എന്താണ് യുദ്ധക്കുറ്റം? അവർക്ക് യുദ്ധക്കുറ്റം എന്ന് പറയാനുള്ള ഒരു റൈറ്റ്സ് തന്നെ അവർക്കില്ല. കാരണം അവര് ഹൂത്തികൾ കൈയടക്കി വെച്ചിരിക്കുന്ന തന്നെ യമനിൽ തന്നെ അവരെ റിബൽസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അവർക്ക് യുദ്ധക്കുറ്റം എന്നൊക്കെ പറയുന്നത്? ഇതേപോലെ അതായത് ഈ തീവ്രവാദികളും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ യുദ്ധക്കുറ്റം. കാരണം ഇതൊക്കെ ഈ ഒരു യുണൈറ്റഡ് നേഷൻസിന്റെ ഇടപെടൽ കൊണ്ട് ഉണ്ടാകുന്ന റോങ് ടീച്ചിങ്സ് ആണ്. തീവ്രവാദികളാണ്, അതിനകത്ത് എന്താണ് യുദ്ധക്കുറ്റം? അമേരിക്ക അവിടെ ആക്രമണം നടത്തി 100 പേര് അവിടെ ഉണ്ടായിരുന്നാണ് കരുതപ്പെടുന്നത്. അതിലിപ്പോ എത്ര പേര് ജീവിച്ചിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആണ് അവിടെ നടത്തിയത്. അവിടെ ഒരുപാട് ലൈഫ് ലോസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ പുറത്ത്. ഇറാൻ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ അവരുടെ ആ ഒരു കടലിടുക്കുണ്ടല്ലോ, ആ കടലിടുക്കിലൂടെയാണ് പിന്നെ ഓയിൽ ഷിപ്പൊക്കെ കടന്നു പോകുന്നത്. ആ ഭാഗത്ത് ഇവര് എന്ത് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. നേവിഗേഷൻ ഫെയിലിയർ ഇന്ന് സംഭവിച്ചതാണ്. അത് ഇറാനാണ് ഇതിന്റെ അവകാശം ഏറ്റെടുത്തിരിക്കുന്നത്. ഇറാനാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇവിടെ ഇത്രയും ഭാഗത്ത് നേവിഗേഷൻ ഫെയിലിയർ, അതായത് നിങ്ങളുടെ ഷിപ്പ് ഈ 1 കിലോമീറ്റർ ചുറ്റളവില് എവിടെ പോകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല. ആ രീതിയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഇതൊരു ചെറിയ സാമ്പിൾ മാത്രമാണ്, ഇതിലും വലുത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് ഇറാൻ ഈ ഒരു സംഭവം പുറത്തുവിട്ടിരിക്കുന്നത്. സ്ട്രേറ്റ് ഓഫ് ഹോംസ് എന്ന് പറഞ്ഞാൽ അവർ അത്രയും ഏരിയയിൽ അവര് നേവിഗേഷൻ ഫെയിലിയർ, ഒരു ഷിപ്പിന്റെയും നേവിഗേഷൻ അവിടെ പ്രവർത്തിച്ചില്ല എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഈ വക ഇറാന്റെ പ്രവൃത്തിയൊക്കെ യുദ്ധം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. കാര്യം ബാക്ക് ഡോറിൽ ചർച്ച വളരെ എഫക്റ്റീവായിട്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഈ രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ അതിനെ ബാധിക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പൊ ഇനിയിപ്പോ റഷ്യ ഉക്രൈനിലോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് തന്നെ അമേരിക്ക റഷ്യ റിലേഷൻഷിപ്പ് ഇച്ചിരി ചാഞ്ചാട്ടത്തിലാണ്. ആ ഇറാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല കമന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നതിനെ ചൊല്ലി ചില രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ബാക്ക്ലാഷ് ഉണ്ട്.
അപ്പൊ ഇതുകൊണ്ട് തന്നെ ഉക്രൈൻ ദേ ആർ ഗുഡ് ബോയ്സ് എന്നാണ് ട്രംപ് അവരെ അപ്രീഷിയേറ്റ് ചെയ്തത്. ഈ ഗുഡ് ബോയ്സ് എന്ന് പറഞ്ഞത് ഇപ്പൊ റഷ്യയെ ഒരു സൈഡിൽ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതൊക്കെ ഡിപ്ലോമാറ്റിക്കലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് മനസ്സിലാകാത്ത സെലൻസ്കി ഉടനെ തന്നെ എനിക്ക് അമേരിക്കയുടെ സപ്പോർട്ട് കിട്ടി എന്നുള്ള നിലയിൽ കുറച്ച് ഭയങ്കര ഉശിരോടുകൂടി വന്നിട്ട് റഷ്യക്ക് ഉള്ളിൽ 2-3 ആക്രമണങ്ങൾ നിർണായക സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് എനർജി സെക്ടറാണ്. എനർജി സെക്ടർ അറ്റാക്ക് ചെയ്യരുതെന്ന് ഇവിടെ സീസ് ഫയർ വെച്ചിട്ടുണ്ട്. റഷ്യയുടെ ഉള്ളിൽ ലിപ്സ്റ്റോക്ക് എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഒരു പവർ സ്റ്റേഷൻ ഉക്രൈൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പവർ സ്റ്റേഷൻ ഇന്ന് രാത്രി തന്നെ തിരിച്ചടിച്ച് തുടങ്ങും. ഓൾറെഡി അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ മണ്ടത്തരങ്ങളാണ് സെലൻസ്കി പലപ്പോഴും കാണിക്കുന്നത്. അതുപോലെ തന്നെ കേഴ്സ്ക് ഭാഗത്ത് ഒരു ആക്രമണം വളരെ ശക്തമായിട്ട് ഉക്രൈൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോസ്കോയിലും ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ രീതിയിലുള്ള ആക്രമണം, ശക്തമായ ആക്രമണം ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് റഷ്യക്കെതിരെ നടന്നിട്ടുണ്ട്. റഷ്യയുടെ പവർ സ്റ്റേഷനെ അറ്റാക്ക് ചെയ്തത് റഷ്യ സീസ് ഫയർ വയലേഷൻ ആയിട്ട് കരുതും. റഷ്യ തീർച്ചയായിട്ടും തിരിച്ചടിക്കും. ഇത് സെലൻസ്കി എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സെലൻസ്കിക്ക് മെയിൻ ആയിട്ട് ബ്ലാക്ക് സീയിലുള്ള ആ ഒരു സീസ് ഫയർ വയലേറ്റ് ചെയ്യേണ്ടതുണ്ട്. റഷ്യ അവരുടെ സ്റ്റോക്ക് പൈൽസ് ഇൻക്രീസ് ചെയ്യുന്നത് ഉക്രൈനെ തടയണം. അതാണ് മെയിൻ ആയിട്ടുള്ള എയിം. അതുകൊണ്ടാണ് ഉക്രൈൻ ഈ ഒരു സീസ് ഫയർ വയലേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. റഷ്യ ഏറ്റവും കൂടുതൽ അവരുടെ ആർമി സ്ട്രെങ്തൻ ചെയ്തു. പുതുതായിട്ട് ആൾക്കാരെ ഹയർ ചെയ്തു. 1,60,000 വരെ ഹയർ ചെയ്ത് കഴിഞ്ഞ ഒരു 5-6 ദിവസം കൊണ്ട് ആയുധങ്ങൾ മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് സീയിൽ ഉണ്ടായ സീസ് ഫയർ ആണ് അതിന് സഹായകരമായത്. കാരണം ബ്ലാക്ക് സീയിലൂടെ ഏറ്റവും കൂടുതൽ ആയുധം റഷ്യ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഉക്രൈൻ ഈ ബൈ മിസ്റ്റേക്ക് എന്നുള്ള പേരിൽ ഈ ഒരു സീസ് ഫയർ വയലേഷൻ നടത്താൻ തുനിഞ്ഞതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതുപോലെ റഷ്യ തിരിച്ചടിച്ചു തുടങ്ങിയിട്ടുണ്ട്. റഷ്യ ഉക്രൈനിലെ ഒരു എയർപോർട്ടിന്റെ ഒരു ഭാഗം അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോ എനർജി മേഖല, ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം തന്നെ ഇനി റഷ്യ അറ്റാക്ക് ചെയ്ത് തുടങ്ങും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ വീണ്ടും ഈ ഒരു യുദ്ധം കുറച്ചുകൂടെ പീക്ക് ലെവലിലേക്ക് മുന്നോട്ട് പോവാണ്. റഷ്യ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് തന്നെയാണ് മുന്നോട്ട് കയറി വരുന്നത്. കുറെ കൂടുതൽ സ്ഥലങ്ങൾ ഇങ്ങോട്ട് കയറി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈൻ ഒരു വൻ സംഭവം റഷ്യക്കുള്ളിൽ നടത്തിയിട്ടുണ്ട്. റഷ്യയുടെ ഉള്ളില് സെറൻസാക് എന്ന് പറഞ്ഞ ഫൈബർ ഒപ്റ്റിക് കേബിൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു ഫാക്ടറി, നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊണ്ടുവരുന്ന, ഒരു വർഷത്തില് 4000 കിലോമീറ്ററിലധികം കേബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സെറൻസാക് എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ മേളിലാണ് ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇനി കുറഞ്ഞ ഒരു 1.5 വർഷത്തേക്ക് ഒരു കമ്പനി പ്രവർത്തിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് ആക്രമിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെയുള്ള തിരിച്ചടി വരും റഷ്യയുടെ ഭാഗത്തുനിന്ന്. നമ്മൾ ഉക്രൈൻ റഷ്യ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും ഇപ്പം റഷ്യ കുറച്ച് സ്ഥലങ്ങളൊക്കെ കയറി പിടിച്ചിരിക്കുന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഉക്രൈനും തിരിച്ചടിക്കുന്നുണ്ട്. അപ്പൊ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കുമ്പോഴത്തേക്കും ഇതിൽ റഷ്യ ഉക്രൈനോ എന്നുള്ളതിൽ വരെയായിട്ട് ആക്രമണം രണ്ട് സൈഡിലും ശക്തമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. നോർവേ പറഞ്ഞിരിക്കുന്നത് $8 ബില്യൺ ഞങ്ങൾ ഉക്രൈന് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്, തയ്യാറാകാണ്, ഞങ്ങൾ എന്തായാലും കൊടുക്കും. അപ്പൊ പിന്നെ എന്തായാലും ഉക്രൈൻ ജയിക്കുമായിരിക്കും. ആ രീതിയിൽ ഇപ്പം നോർവേ തീരുമാനിച്ചല്ലോ. നോർവേ റഷ്യയുടെ നിന്നൊക്കെ ഒരുപാട് ഓയിലും ഗ്യാസ് ഒക്കെ കൂടുതൽ മേടിച്ച് സ്പെൻഡ് ചെയ്യുന്ന, അതേപോലെ അതിൽ പൈസ ഉണ്ടാക്കുന്ന രാജ്യം തന്നെയാണ്. മാസങ്ങളോളം നീണ്ട രാത്രിയും മാസങ്ങളോളം സൺലൈറ്റും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഈ ഒരു നോർവേ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെയൊക്കെ മഞ്ഞുകാലങ്ങളിൽ നല്ല രീതിയിലുള്ള എനർജി ആവശ്യമുള്ള സമയമാണ്. അപ്പൊ അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് റഷ്യയിൽ നിന്നൊക്കെ ഒരുപാട് സപ്ലൈ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പൈസയും നോർവേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അതിൽ നിന്ന് ഒരു 8 ബില്യൺ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉക്രൈൻ റഷ്യയെ അടിച്ച് വിജയിക്കും. കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നു, കൊടുത്തിട്ട് നമുക്ക് അത് കൺഫേം ചെയ്യാം. യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണർ ഉർസുല വോണ്ടർലൈൻ, ഇവർ ഇന്ത്യയൊക്കെ സന്ദർശിച്ച ആ ഒരു ലേഡിയാണ്. അവര് പറഞ്ഞിരിക്കുന്നത് ഞങ്ങള് ഒരു 12 മുതൽ ഒരു 14 ബില്യൺ 12 to 14 ബില്യൺ യൂറോ ഞങ്ങള് മാറ്റിവെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാല് ഈ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയെ അനുകൂലിച്ച് കിടക്കുന്ന കുറെ രാജ്യങ്ങളുണ്ട്. കസഖസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനെ കുറച്ച് രാജ്യങ്ങളുണ്ട്. ഇതാണ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇവരൊക്കെ റഷ്യയുമായിട്ട് കുറച്ച് ചേർന്ന് കിടക്കുന്ന, റഷ്യയുമായിട്ട് അനുഭവമുള്ള രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾക്കൊക്കെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കൊടുത്ത് സഹായിക്കാൻ താല്പര്യമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു 2-3 സെക്ടർ പറയുന്നുണ്ട്. ആ 2-3 സെക്ടറിൽ ഒരു സെക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സെക്ടർ ഞാൻ ഇവിടെ എടുത്ത് പറയാം. ക്രിട്ടിക്കൽ റോ മെറ്റീരിയൽ, മനസ്സിലായല്ലോ, മൈനിങ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ക്രിട്ടിക്കൽ റോ മെറ്റീരിയൽ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് താല്പര്യമുണ്ട്. എൻവയറമെന്റൽ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. പിന്നെ ഡിജിറ്റൽ ടെക്നോളജി ഇംപ്ലിമെന്റേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അതുപോലെ കോറിഡോർ പദ്ധതിയിൽ താല്പര്യമുണ്ട്. കോറിഡോർ മനസ്സിലായല്ലോ, കണക്ടിവിറ്റി. അതായത് ചുരുക്കി പറഞ്ഞാൽ എൻവയറമെന്റൽ സേഫ്റ്റി എന്ന് പറയുന്നതും ക്രിട്ടിക്കൽ റോ മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നതെല്ലാം തന്നെയും ഇതൊക്കെ ഈ ഒരു മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പൊ അങ്ങനെ മൈനിങ് നടത്താനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക. അതായത് ആഫ്രിക്കയിൽ നിന്നൊക്കെ ഇവരെ ഓട്ടിച്ചല്ലോ ഈ വെസ്റ്റിനെ. അപ്പൊ ആഫ്രിക്കയ്ക്ക് ബദലായിട്ട് ഈ ബുർക്കിനോ ഫാസോ അവിടെ നിന്നൊക്കെ ഇവരെ ഇപ്പം കെട്ടുകെട്ടി അയച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് ബദലായിട്ട് ഇപ്പൊ ഇവര് സെൻട്രൽ ഏഷ്യയിലുള്ള ദാരിദ്ര്യം മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പദ്ധതി. ഇവരുടെ അടുത്ത നിയോ കൊളോണിയലിസം പ്ലാൻ ചെയ്യാണ് സെൻട്രൽ ഏഷ്യയിൽ. ഇതിനകത്ത് ചെയിൻ ഓഫ് ഇവന്റ് ആണ്. ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നത് അത് വെറും കൺതുടപ്പ് മാത്രമാണ്. ഇതിനകത്ത് നോക്കൂ, ഡിജിറ്റൽ, കോറിഡോർ, എൻവയറമെന്റൽ, ക്രിട്ടിക്കൽ റോ മെറ്റീരിയൽ. ഇതിന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം വേറെ ഒന്നുമല്ല. ഈ ക്രിട്ടിക്കൽ റോ മെറ്റീരിയൽ എടുക്കുമ്പോൾ എന്താണ് അത് എൻവയറമെന്റലിന് ദോഷമുണ്ടാക്കുന്ന കാര്യമാണ്, അല്ലേ?
അപ്പൊ ഇവർ എൻവയറമെന്റൽ സേഫ്റ്റിയിൽ തന്നെ ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻവയറമെന്റുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷനൊക്കെ ഇവർക്ക് കൈവശപ്പെടുത്താം. അതിലൂടെ കോറിഡോർ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ഈ എടുക്കുന്ന ക്രിട്ടിക്കൽ റോ മെറ്റീരിയൽസ് ഏത് വഴി കൂടെ യൂറോപ്പിൽ എത്തിക്കാം, അതാണ് ഇവരുടെ പ്ലാൻ. അപ്പൊ ഇത് മനസ്സിലായല്ലോ. അതിനാണ് ഇപ്പോൾ സെൻട്രൽ ഏഷ്യയെ ഇവർ കോളനൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. പിന്നെ നമ്മൾ അങ്ങനെ സൗത്ത് കൊറിയയിൽ വന്നു കഴിഞ്ഞാൽ യോൺ എന്ന് പറഞ്ഞ അവിടുത്തെ ആ ഒരു ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ട പ്രസിഡന്റ് പദവി ഒഴിഞ്ഞിരിക്കുകയാണ്. അതിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള റിവ്യൂസ് ഉണ്ട് സൗത്ത് കൊറിയയിൽ. കുറച്ച് ആൾക്കാർ സങ്കടപ്പെടുന്നുണ്ട്, പക്ഷേ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ഹാപ്പിയാണ്. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. മാർഷ്യൽ ലോ ഒക്കെ കൊണ്ടുവന്ന ആ ഒരു പ്രസിഡന്റിനെ തന്നെയാണ് എടുത്ത് പുറത്തിട്ടിരിക്കുന്നത്. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൽ UN ഇസ്രായേലിനെതിരെ ഒരു പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ, ആംബുലൻസുകളൊക്കെ ഇസ്രായേൽ ആക്രമിക്കുന്നു, അതേപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഒക്കെ ഇതിനകത്ത് ഇമ്പാക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു യുദ്ധത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ഇസ്രായേൽ ശക്തമായിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട്. അതിന് ഇസ്രായേൽ പറഞ്ഞത്, ഞങ്ങൾ ഒന്നും തന്നെ ടാർഗറ്റ് ഇല്ലാതെ അറ്റാക്ക് ചെയ്യാറില്ല, ഞങ്ങൾ പ്രിസൈസ് ആയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. പിന്നെ ഇസ്രായേൽ ചെയ്യുന്നത് യുദ്ധമാണ്, യുദ്ധത്തിന്റെ എല്ലാ ടെക്നിക്കുകളും ഇവിടെ യുണൈറ്റഡ് നേഷൻസിൽ വന്ന് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. യുദ്ധം നടത്തുന്ന ഒരു രാജ്യങ്ങളും ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരുപാട് പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ യുദ്ധം നടത്തുന്നത്. അതിലുപരിയായിട്ട് ഞങ്ങൾ എന്ത് ആക്രമണം നടത്തിയാലും അതിന്റെ ഡേറ്റ ഞങ്ങളുടെ കയ്യിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിന്റെ 2 കുട്ടികളുണ്ടായിരുന്നല്ലോ, ഏരിയൽ ഖിഫർ എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ 2 കുട്ടികളെയും വധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിഷയം വളരെ കൃത്യമായി ഇസ്രായേൽ അവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുപോലെ ഗാസയിൽ ഇന്നലെ 4 സീനിയർ ഹമാസ് ഉദ്യോഗസ്ഥരെ വധിച്ചിട്ടുണ്ട് ഇസ്രായേൽ. അതിൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അവാദ് എന്ന് പറഞ്ഞ ഈ ഒരു തീവ്രവാദിയാണ് ഈ ബിബാസ് ഫാമിലിയെ കടത്തിക്കൊണ്ടുപോയത്. ഈ 2 കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ആ ഒരു ഫാമിലിയെ കടത്തിക്കൊണ്ടുപോയതിന് ഇൻവോൾവ് ആയ ഒരു വ്യക്തിയാണ് ഈ ഒരു മുഹമ്മദ് അവാദ്. ഇന്നലെ കൊല്ലപ്പെട്ട 4 പേരിൽ ഈ തീവ്രവാദിയും കൂടെ ഉൾപ്പെടുന്നു എന്നാണ് ഇസ്രായേൽ അവിടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചത്. പിന്നെ ഈ കുട്ടികളെ കൊലപ്പെടുത്തിയവൻ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് അവനെ വധിക്കും എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഗാസയ്ക്കുള്ളിൽ ഹൈ പ്രഷറാണ്, നല്ല പ്രഷർ ഇട്ടിരിക്കുകയാണ്. ശരിക്കും ഹമാസ് ഇന്നും കൂടി പ്രൊപ്പഗൻഡ വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ്. അതായത് അവർ പല രീതിയിലും ശ്രമിക്കുന്നുണ്ട്. പ്രൊപ്പഗൻഡ വീഡിയോയ്ക്ക് ഉപരിയായിട്ട് അവർക്ക് ഒരു രീതിയിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഹമാസ്. ശരിക്കും പറഞ്ഞാൽ തലങ്ങും വിലങ്ങും തൂത്തുവാരി പിറക്കി അടിക്കുകയാണ് ഇസ്രായേൽ. അതുപോലെ ലബനാന്റെ പ്രൈം മിനിസ്റ്റർ ജോസഫ് ആവോൺ ഒരു കൺസേൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇസ്രായേല് ഇങ്ങനെ ലബനാന്റെ ഉള്ളിൽ നടത്തുന്ന ആക്രമണം ശരിയല്ല എന്നുള്ള നിലയിലൊക്കെ അതിന് കൃത്യമായ മറുപടി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള മറുപടി ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഹെസ്ബുള്ളയുടെ പ്രസൻസ് അവിടെ കുറയ്ക്കണം, ഹെസ്ബുള്ളയുടെ പ്രസൻസ് നിങ്ങൾ കുറയ്ക്കുന്നില്ല, വീണ്ടും ആക്രമണം ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ IDF-നെ കൂടുതൽ അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ IDF-നെ പിന്മാറണമെന്ന് സംസാരിക്കാൻ വേണ്ടി വന്ന ആവോന് കൊടുത്ത മറുപടി, ഞങ്ങൾ കൂടുതൽ IDF-നെ അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്യും എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇസ്രായേൽ. അതോട് ജോസഫ് ആവോൻ പൂട്ടിക്കെട്ടി പോയിട്ടുണ്ട്. ഈ ആവോൻ എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും ഇസ്രായേലുമായിട്ട് ഒരു പീസ് ട്രീറ്റിയിലേക്ക് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അയാളുടെ ഒരു പൊസിഷനും കൂടെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ലബനാന്റെ ഉള്ളിൽ അയാൾക്കെതിരെ ഒരു പ്രൊട്ടസ്റ്റ് രൂപപ്പെട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അയാൾ ഇതൊരു ഇസ്രായേലുമായിട്ട് ഞാൻ നെഗോഷിയേറ്റ് ചെയ്യുന്നു കാണിക്കാൻ വേണ്ടി വന്ന് ചർച്ച നടത്തിയിട്ട് പോയതായിട്ടാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. തുർക്കി തയ്യിബ് എർദോഗന്റെ നേതൃത്വത്തിൽ സിറിയയ്ക്കുള്ളിൽ ഒരു മിലിറ്ററി ബേസ് സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം ഇസ്രായേലിന് താല്പര്യമുള്ളതല്ല. ഇസ്രായേൽ നിരുപാധികം സിറിയയ്ക്കുള്ളിൽ പല സ്പോട്ടുകൾ, എയർപോർട്ട് ഉൾപ്പെടെയുള്ള പല സ്പോട്ടുകൾ അറ്റാക്ക് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇത്രയും നാളും സിറിയയ്ക്കുള്ളിൽ നടത്തിക്കൊണ്ടിരുന്ന ചെറിയ ആക്രമണം പോലെയല്ല ഇന്നലെ നടത്തിയത് കുറച്ച് ഹെവി ബോംബിംഗ് ആണ് ഇന്നലെ നടത്തിയത് മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇത് തുർക്കിയുടെ മിലിറ്ററി ബേസ് സിറിയയ്ക്കുള്ളിൽ വരാൻ പാടില്ല. ഈ ഒരു മെസ്സേജ് അമേരിക്കയ്ക്കും കൂടെ കൺവേ ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് അതൊരു ഭീഷണിയാണെന്ന് തന്നെയാണ് ഇസ്രായേൽ കരുതുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ വളരെ ശക്തമായിട്ട് ഇതിനെ എതിർത്തിട്ടുണ്ട്. ഈ അമേരിക്കയ്ക്ക് ഈ ഒരു മെസ്സേജ് ഇസ്രായേൽ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് തുർക്കി ഒരു നാറ്റോ മെമ്പറാണ്. നാറ്റോ എന്ന് പറയുമ്പോഴത്തേക്കും അമേരിക്കയുടെ റോൾ അവിടെ വളരെ നിർണായകമാണ്. അതുകൊണ്ടാണ് അമേരിക്ക അറിയിച്ചത്. നാറ്റോ ലെവലിൽ ഒരു മൂവ്മെന്റ് ഇസ്രായേലിനെതിരെ ഉണ്ടാവാൻ പാടില്ല. അതിലുപരിയായിട്ട് അമേരിക്ക സപ്പോർട്ട് ഇസ്രായേലിന് കൊടുക്കുകയും ചെയ്യണം. തുർക്കിയെ സിറിയയ്ക്കുള്ളിൽ നിന്ന് വലിച്ചെടുത്ത് പുറത്തിടണം എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ ഓൾറെഡി തന്നെ റഷ്യയുടെ ബേസ് സിറിയയ്ക്കുള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു ഗ്രീൻ ലൈറ്റ് കിട്ടിയിട്ടില്ല. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നെതന്യാഹുവിന്റെ ഇത്തവണത്തെ അമേരിക്കൻ പര്യടനത്തിൽ ഈ ഒരു വിഷയം കൂടി ട്രംപിന്റെ അടുത്ത് ധരിപ്പിക്കും എന്നാണ് പറയപ്പെടുന്നത്. നെതന്യാഹുവിന്റെ 2ാമത്തെ അമേരിക്കൻ വിസിറ്റ് കഴിഞ്ഞ് മടങ്ങി വന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിന്റെ ഉള്ളിൽ വീണ്ടും ഒരു ചേഞ്ച് കാണാൻ കഴിയും. ഇസ്രായേലിന്റെ വേറൊരു രീതിയിലുള്ള ഒരു പെർഫോമൻസും കൂടി കാണാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ശ്രീലങ്കയിൽ എത്തിയിട്ടുണ്ട്. പല പര്യടനങ്ങളും കഴിഞ്ഞിട്ട് ശ്രീലങ്കയിലാണ് എത്തിയത്. ശ്രീലങ്കയ്ക്ക് 300 കോടി ഡിജിറ്റൽ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ. അതൊരു സൈഡിൽ അതിന് നന്ദിയും കൂടെ AKD പറഞ്ഞിട്ടുണ്ട്. അനുരാഗ് കുമാർ ദേശനായകെ AKD എന്നാണ്
ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കുന്നത്. AKDയുമായിട്ട് നടന്ന ചർച്ചയിൽ ഏറ്റവും കൂടുതൽ തമിഴ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ശ്രീലങ്ക ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ വിട്ടയക്കാനും അതേപോലെ തന്നെ അവരുടെ കസ്റ്റഡിയിലുള്ള ബോട്ടുകളെല്ലാം കൂടെ റിലീസ് ചെയ്യാനും കൂടെ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനും കൂടെ ധാരണയായിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ മത്സ്യത്തൊഴിലാളികളെ പിടിച്ചോണ്ട് പോകുന്നത് ഒരു ശരിയായ നടപടിയല്ല എന്നും അതിനൊരു പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന് രണ്ട് നേതാക്കളും തമ്മിൽ കൂടിച്ചേർന്ന് ആലോചിച്ച് അതിനൊരു തീരുമാനം ആക്റ്റീവായിട്ട് എടുക്കാം എന്ന് AKD സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 10,000 വീടുകൾ വെച്ചു കൊടുക്കാനും, അതായത് ഈ ഒരു തമിഴ് സെക്ടറിലുള്ള ആ ഒരു ജനങ്ങൾക്ക് 10,000 വീടുകൾ വെച്ചു കൊടുക്കാനും ധാരണയായിട്ടുണ്ട്. പിന്നെ AKD ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ശ്രീലങ്കയുടെ ലാൻഡ്, ശ്രീലങ്കയുടെ മണ്ണ് ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ളൊരു ഉറപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ശ്രീലങ്ക അറിയാലോ, ശ്രീലങ്ക കടത്തിൽപ്പെട്ട് കടന്ന സമയത്ത് ഇന്ത്യയാണ് സഹായിച്ചത്. ഇന്ത്യ ഒറ്റയ്ക്കാണ് സഹായിച്ചത്. കാരണം IMF വരെ പിന്തിരിഞ്ഞു, ചൈന നിങ്ങളുടെ കടത്തിന്റെ ലിമിറ്റ് കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് കടം തരാൻ പറ്റില്ല എന്ന് ഒഴിവായ സമയത്ത് ഇന്ത്യ അവർക്ക് ഏതാണ്ട് 38,000 കോടിക്ക് മുകളിൽ പൈസ കൊടുത്ത് സഹായിച്ച് അവരുടെ കടത്തിൽ നിന്നും അവരെ കരകയറ്റാൻ വേണ്ടിയിട്ടുള്ള നിർണായക സഹായം ചെയ്ത രാജ്യമാണ് ഇന്ത്യ. എനിവേ, ഇതൊക്കെ അവർ ഓർക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെ ആ രീതിയിലാണ് ഇന്ത്യ ശ്രീലങ്ക റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു പുതിയ ഡെവലപ്മെന്റിലേക്ക് പോകുന്നത്. മിത്രവിഭൂഷണ അവാർഡ് മോദിക്ക് നൽകിക്കൊണ്ടാണ് ഈ ഒരു ശ്രീലങ്കൻ പര്യടനം അവസാനിച്ചിരിക്കുന്നത്. കുറെ സമഗ്രമായ ഗ്ലോബൽ അപ്ഡേറ്റ്സ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.